ഇന്ന് കുറച്ച് ചണത്തിൻ്റെ മണ്ട നുള്ളിയെടുക്കുക. അത് വെച്ചൊരു 4 മണിക്കൊരു പലഹാരം ഉണ്ടാക്കാം. അതായത് അതിൻ്റെ മണ്ട ഒരു 4 ഇലയും ഒരു ചെറിയ തണ്ടും കൂടെ, അത്ര വലിപ്പത്തിൽ നമ്മളത് മുൾനുള്ളി എടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയ മാവ് നമുക്ക് റെഡിയാക്കാം. കടലമാവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് കടലമാവ് എടുക്കുക. അതിൻ്റെ കൂടെ ചേർക്കേണ്ട സാധനങ്ങൾ ഉപ്പ്, പിന്നെ ശകലം മുളക് പൊടി, ഒരു നുള്ള് കായപ്പൊടി, പിന്നെ അത് ക്രിസ്പി ആയിട്ടിരിക്കാൻ ഇച്ചിരി അരിപ്പൊടിയും കൂടെ ചേർക്കാം. ഇല കഴുകി നേരത്തെ വൃത്തിയാക്കി വെച്ചതാണ്. വെള്ളമൊക്കെ തോന്നിയിരിക്കുക. എണ്ണ ഏതാണ്ട് ഇടാൻ പരുവായി. അത് ഇല ഇങ്ങോട്ടെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കൂട്ട് വെച്ചിരിക്കുന്ന ആ മാവിനകത്തോട്ട് മുക്കി എണ്ണയിലിടുക. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഈ ചണയുടെ ഇല തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ പച്ച ചീരയുണ്ടല്ലോ, ആ ചീരയിലയിൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ പല ഇലകൾ നമുക്കിഷ്ടമുള്ള ഏത് ഇലയാണെന്ന് വെച്ചാൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിരിക്കും ഈ ചേരുവകളൊക്കെ ചേർത്ത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. മധുരമൊന്നും ഇഷ്ടമല്ലാത്തവർക്കും മധുരം കഴിച്ചുകൂടാത്തവർക്കും ഒക്കെ ഇത് ഇങ്ങനെയൊക്കെയുള്ള ഇലകൾ ഭാജി ചെയ്ത് ഫ്രൈ ചെയ്ത് കഴിക്കാം. ഇതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ സോസും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം. വീഡിയോയ്ക്ക് വലിയ പെർഫെക്ഷനൊന്നും ഉണ്ടായിരിക്കില്ല, എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇല ബാജി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ വേറെ എന്തെങ്കിലുമായിട്ട് വീണ്ടും വരാം. അപ്പം വീഡിയോ എല്ലാവരും കാണണം.
ഓക്കേ.